ഇളയ ദളപതി മൂത്ത ദളപതിയാവുന്നു, മുഖ്യ ദളപതിയാവുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി രാവിലെ 10 മണിക്ക് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവിടെ ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. അവിടെ വേദിയിലേക്ക് വമ്പൻ വേദിയാണ്. ആ വേദിയിലേക്ക് പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. വിജയ് എത്തിച്ചേരുന്നുണ്ട്. 10 മണിക്കാണ് അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. ഡൽഹിയിലേക്ക് അവിടെ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ ആഘോഷമാക്കാനാണ് സി ജോസഫ് വിജയ് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് വിജയ് പുറപ്പെട്ടു. അതിന്റെ ആദ്യ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ ഒരു വിജയ് സിനിമ പോലെ ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിന് ശേഷം ഇപ്പോൾ ആ സത്യപ്രതിജ്ഞയിലേക്ക് എത്തുകയാണ്. ഇനി ആ സത്യപ്രതിജ്ഞ എങ്ങനെയായിരിക്കും, എന്തൊക്കെ സർപ്രൈസുകളാണ് വിജയ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. അതിനായി രാഹുൽ ഗാന്ധി രാവിലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി എത്തും. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. മനേഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും തമിഴകത്തിന് ദളപതി ഭരണം മുതൽവനാകുന്ന വിജയ് എന്തൊക്കെ സർപ്രൈസുകളാകും ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ഒരു മാസ് എൻട്രി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക്, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വിജയ് എത്തിക്കഴിഞ്ഞു. നീലങ്കരയിലെ വീട്ടിൽ നിന്ന് വലിയ ഒരു റോഡ് ഷോ ആയിട്ട് തന്നെയായിരുന്നു വിജയുടെ ഒരു വരവ്. അതായത് ആ ഒരു മാസ് എൻട്രി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ദളപതി അല്ലെങ്കിൽ യഥാർത്ഥ ജനനായകനാവാനുള്ള ആ ഒരു വരവ് എന്തായാലും ഒഴിപ്പിച്ച് തന്നെയാണ് വിജയ് വന്നിരിക്കുന്നത്. അതിനിപ്പോൾ 1 മണിക്കൂർ കൂടി, അതായത് 8:52 സമയം, 1 മണിക്കൂർ കൂടിയാണ് സമയം. 10 മണിക്ക് സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നു. 9 മന്ത്രിമാർ കൂടി ഇന്നിപ്പോൾ അധികാരമേൽക്കുന്നുണ്ട്. അവരുടെ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അത് ഒന്ന് TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദാണ്. മറ്റൊന്ന് ക്യാമ്പയിനിങ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന, KG അരുൺരാജ്, ഡോക്ടർ KG അരുൺരാജ്, KS സെങ്കോട്ടയ്യൻ, വെങ്കട്ടരമണൻ, CTR നിർമ്മൽകുമാർ, രാജ്മോഹൻ, TK പ്രഭു, ഒരു വനിതയും ഇന്നിപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് S കീർത്തനയാണ്. അങ്ങനെ 9 പേരുടെ ലിസ്റ്റ് എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട്. മന്ത്രിമാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ 9 പേരാണ്. അങ്ങനെ മുഖ്യമന്ത്രിയും 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തമിഴ്നാടിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുക, വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുക, ഇതൊക്കെ തന്നെയാണ് എന്തായാലും വിജയുടെ ലക്ഷ്യം. വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.